ഡോക്ടർ ഹായ്, നമസ്കാരം. സാധാരണ ഈ അനസ്തീഷ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പേടിയാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇവർ അനസ്തീഷ തരുന്ന സമയത്ത് ഇവർ ഡോസ് എങ്ങാനും കൂടി പോകുമോ, പിന്നെ ഇതിൽ നമുക്ക് എഴുന്നേറ്റ് വരാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആദികളും ആവലതകളൊക്കെ ആയിരിക്കും. അനസ്തീഷ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് എന്താ സംഭവിക്കുക നമ്മുടെ ബോഡിക്ക്? അനസ്തീഷ്യ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബേസിക്കലി ഒരു ഡീപ്പ് സ്ലീപ്പാണ്, ഒരു റിവേഴ്സിബിൾ കോമ. അതായത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അബോധാവസ്ഥയിലേക്കാണ് നമ്മൾ വരുത്തുന്നത്. അത് പല പല മരുന്നുകൾ കൊടുത്താണ്. അനസ്തീസിയ എന്ന് പറയുന്ന വാക്കുകൾ തന്നെ ഉദ്ദേശിക്കുന്നത് 3 കോമ്പോണൻസ് ആണ്. അതായത് അനാൽജീസിയ, വേദന മാറ്റുക; 2 അംനീസിയ, മെമ്മറി എല്ലാം ഓർമ്മ പോവുക; 3-മത്തത് മസിൽ റിലാക്സേഷൻ, അതായത് പേഷ്യൻറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം പേഷ്യൻ്റ് ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഒട്ടും അനങ്ങാതെ കിടക്കണം. അപ്പോൾ ഈ 3 കോമ്പണൻറ്റും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല മരുന്നുകളും കൊടുക്കും. ആ മരുന്നുകൾ ഓരോ അവയവങ്ങൾക്കും ഓരോരോ വ്യതിയാനങ്ങളുണ്ടാക്കും, പ്രഷർ വേരിയേഷൻ ഉണ്ടാക്കും ചിലർക്ക്. അതുകൊണ്ടാണ് നമ്മൾ ജനറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ആ ആളുടെ ഈ പ്രായം, അതുപോലെ തന്നെ വേറെ എല്ലാ അസോസിയേറ്റഡ് അസുഖങ്ങൾ ലൈക്ക് ഷുഗർ ഉണ്ടോ, പ്രഷർ, അങ്ങനെ ഓരോ ഹാർട്ട് ഡിസീസ്, ഇതെല്ലാം നോക്കിയിട്ട് ഓരോ ഏജും ഓരോ പേഷ്യൻറ്റിൻ്റെ വെയിറ്റും എല്ലാം അനുപാതികമായിട്ട് ഓരോ മരുന്നുകൾ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അനസ്തേഷ്യയുടെ അപ്പോൾ ഡോസ് എങ്ങനെ നമ്മൾ തീരുമാനിക്കുക? അതായത് ഇദ്ദേഹത്തിന് ഇന്ന ഡോസാണ്, ഇല്ല ഡോസ് ഇല്ല, എങ്ങനെ? അതെ, ഡോസ് ഉണ്ട്. ഡോസ് അപ്പോൾ ആരാ തീരുമാനിക്കുന്നത്? എങ്ങനെ ഡോസ് ഓരോ പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ഡോസ് ഡിസൈഡ് ചെയ്യുന്നത്. ഡോസ് എന്ന് പറയുന്നത് നോർമൽ നമ്മൾ ലീൻ ബോഡി വെയിറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഒബീസ് പേഷ്യൻ്റ്, ഇപ്പോൾ ഒരു 150 കിലോ ഉള്ള ഒരു പേഷ്യൻറ്റിന് 150 വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല, ഡോസ് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതിനും ലീൻ ബോഡി വെയിറ്റ് എന്ന് പറയും. അത് ലീൻ ബോഡി വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ മരുന്നിനും ഓരോ ഡോസ് പ്രൊപ്പോർഷൻ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അതനുസരിച്ച് ഡോസുകളുണ്ട്, ഓരോ മരുന്നുകൾക്കും ഡോസുകളുണ്ട്. അപ്പോൾ ഓരോന്നിനും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അനാൽജീസിയ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരോധിത മരുന്നായിട്ട് പറയുന്ന നാർക്കോട്ടിക് ഡ്രഗ്സും നമ്മൾ അനസ്തീഷ്യയുടെ ഭാഗമാണ്. ഫെൻറ്റാനിൽ, മോർഫിൻ, പെപ്റ്റിഡിൻ, ഇതുപോലെ മരുന്നുകൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ ലൈസൻസ്ഡ് ആണ്. അപ്പോൾ ഇതും അനാൽജീസിയയുടെ കോമ്പണൻ്റ് ആയിട്ട്. സർജിക്കൽ അനാൽജീസിയ എന്ന് പറയുന്നത് പാരസെറ്റമോളോ അങ്ങനെ ചെറിയ മരുന്നുകൾ കൊടുത്താൽ മാറുന്നതല്ല. അപ്പോൾ സർജിക്കൽ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് ഈ നാർക്കോട്ടിക് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ അനസ്തേഷ്യക്ക് പോകണമെന്ന് വിചാരിക്കുക ആസ് എ പേഷ്യൻറ്റ്. അപ്പോൾ നാളെയാണ് എൻ്റെ സർജറി. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ പ്രിപ്പയർ ആവേണ്ടതുണ്ട്? ഈ അനസ്തീഷ്യയ്ക്ക് പോണേക്കാൾ മുമ്പ് നമ്മളൊരു പ്രീ അനസ്തെറ്റിക് ഇവാലുവേഷൻ നടത്തും. അതായത് നമ്മൾ ഈ പേഷ്യൻറ്റിന് അനസ്തീഷ്യ കൊടുക്കാൻ ആൾ ഫിറ്റാണോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ചെക്കപ്പ് നടത്തും. സോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു അനസ്തെറ്റിസ്റ്റിനെ കാണേണ്ടി വരും പ്രീ അനസ്തെറ്റിക് ഇവാലുവേഷൻ. ഈ കാണുമ്പോൾ ഒന്ന് നമ്മൾ ക്ലിനിക്കലി ഇവാലുവേറ്റ് ചെയ്യും. പേഷ്യൻറ്റിൻ്റെ ഹാർട്ട്, ലങ്സ്, അതേമാതിരിയുള്ള ബാക്കിയുള്ള സിസ്റ്റത്തിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ടും അതേമാതിരി എക്സാമിൻ ചെയ്തിട്ടും അതിൻ്റെ ഫിറ്റ്നസ് കണ്ടെത്തും. അതല്ലാതെ തന്നെ കുറേ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും അതേമാതിരി കുറച്ച് പ്രത്യേക ടെസ്റ്റുകൾ, അതിപ്പോൾ സർജറിയുടെ തീവ്രതയും അതേമാതിരി ഈ ആളുടെ അസുഖങ്ങളും ആളുടെ ഒരു ക്ലിനിക്കലി നമ്മൾ അസസ് ചെയ്യുമ്പോൾ ആളുടെ ഒരു ഫിറ്റ്നസ് നോക്കിയിട്ടാണ് ഈ ടെസ്റ്റുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പ്രീ അനസ്തെറ്റിക് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയും ഇതിന്. അപ്പോൾ ഇതും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ റിസ്ക്, ഈ ഒരു അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ആൾക്ക് എത്രമാത്രം റിസ്ക് ഉണ്ട് എന്ന് നിർദ്ധാരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഗ്രേഡിങ് കൊടുക്കും, 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് അനസ്തീഷ്യ കൊടുക്കണം. അതായത് അനസ്തീഷ്യയിൽ പലതരം അനസ്തീഷ്യസ് ഉണ്ട്. ജനറൽ അനസ്തീഷ്യ, അതേമാതിരി ലോക്കൽ അനസ്തീഷ്യ, സ്പൈനൽ അനസ്തീഷ്യ, നെർവ് ബ്ലോക്സ്, അങ്ങനെ പലതും. അപ്പോൾ അത് സർജറി, അതേമാതിരി പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും പിന്നെ ഈ ബ്ലഡിൻ്റെയും ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെയും റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ അവസാനം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, എന്ത് ടൈപ്പ് ഓഫ് അനസ്തീഷ്യ കൊടുക്കണം എന്ന്. അതല്ലാതെ തന്നെ ഈ ഓപ്പറേഷന് മുമ്പ് കൊടുക്കേണ്ട ചില മരുന്നുകളുണ്ട്, ഞങ്ങൾ പ്രീ മെഡിക്കേഷൻസ് എന്ന് പറയും ഞങ്ങളുടെ മെഡിക്കൽ ലാംഗ്വേജിൽ. അപ്പോൾ ഈ മരുന്നുകളും തീരുമാനിക്കുന്നത് ഈ ഒരു വിസിറ്റിൻ്റെ ടൈമിലാണ്. അതല്ലാതെ തന്നെ ഏതൊരു അനസ്തീഷ്യയും സർജറിയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘട്ടം തന്നെയാണ് ഈ അനസ്തെറ്റിക് പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഈ സർജറിയെ പോലെ തന്നെ അതിന് സമ്മതം, കൺസെൻറ്റ് പേഷ്യൻ്റെ സൈഡിൽ നിന്ന് തേടണം. അതായത് പേഷ്യൻ്റ് ഇതിന് പൂർണ്ണമായി സമ്മതം തന്നാൽ മാത്രമേ നമുക്കൊരു പേഷ്യൻറ്റിന് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചും ഈ റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൺസെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ അനസ്തെറ്റിക് പ്ലാന് തന്നെ ഫോർമുലേറ്റ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞില്ല അനസ്തീഷ്യ ഫിറ്റ് ആണോ ആ പേഷ്യൻ്റ് അല്ലയോ എന്നുള്ളത് നോക്കണം എന്നുള്ളത്. അപ്പോൾ ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് സർജറി ചെയ്യുക? ഇപ്പോഴത്തെ കാലത്തിൽ ഒരു പേഷ്യൻറ്റും അനസ്തീഷ്യക്ക് ഫിറ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഫിറ്റ്നസിൻ്റെ ഗ്രേഡിങ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു ക്ലാസ് 1 പേഷ്യൻ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു യങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് അനസ്തീഷ്യക്ക് വരുമ്പോൾ ഈ അനസ്തീഷ്യ കൊണ്ട് ബുദ്ധിമുട്ടോ പ്രോബ്ലംസോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേ രീതിയിൽ ഇതിന് ഗ്രേഡ് 4 എന്ന് പറയുന്ന പേഷ്യൻ്റ് വരുമ്പോൾ ഇത് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ അനസ്തീഷ്യയിൽ ഫിറ്റ് അല്ല എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് ഇല്ല. കാരണം ഏതൊരു സർജറി അനസ്തീഷ്യയെ കൊണ്ട് ഒരു മോർട്ടാലിറ്റി, അത് മരണം സംഭവിക്കാനുള്ള കാരണം
വളരെ വളരെ വിരളമാണ്. അതായത് ഇപ്പോഴത്തെ ഒരു ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ലെസ് ദാൻ 1%, 1% മരണം മാത്രമേ ഈ അനസ്തീഷ്യ കൊണ്ട് ശരിക്കും സംഭവിക്കുന്നുള്ളൂ. പണ്ടത്തെ ഈ ക്ലോറോഫോം അങ്ങനത്തെ മരുന്നൊക്കെ യൂസ് ചെയ്യുന്ന കാലത്താണ് ഈ ഡയറക്റ്റ് ഈ അനസ്തീഷ്യയെ കൊണ്ട് മരണം സംഭവിക്കുന്നത്. അതാണ് ഈ പലപ്പോഴും ആൾക്കാർ ഓവർഡോസായി അനസ്തീഷ്യ ഓവർഡോസ് കാരണം കോംപ്ലിക്കേഷൻ. ആക്ച്വലി ഈ അനസ്തീഷ്യ ഓവർഡോസ് എന്നുള്ളത് ഒരു റോങ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് എല്ലാ പേഷ്യൻറ്റും അവരുടെ വെയിറ്റും അവരുടെ ഹെൽത്തും അവരുടെ സിസ്റ്റത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള വെയിറ്റിന് അനുസരിച്ചിട്ടുള്ള ഡോസാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ആ ഡോസേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് വരേണ്ടത് അനസ്തീഷ്യ കാരണം മാത്രമല്ല, പലപ്പോഴും ഈ പേഷ്യൻ്റ് അസുഖങ്ങൾ കാരണം കൂടിയാണ്. അപ്പോൾ ഒരു കേസിന് നമ്മൾ ഫിറ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഗ്രേഡ് 4 പേഷ്യൻറ്റിന് കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഒരു ഗ്രേഡ് 1 പേഷ്യൻസിന് അതിന് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഗ്രഡേഷനേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്പ്ലാന്റ് മാതിരിയുള്ള ഒരു സർജറി ചെയ്യുമ്പോൾ അതിന് വേറൊരു ഗ്രേഡിങ് കൊടുക്കും. അതേമാതിരി ബ്രെയിൻ ഡെഡ് ആയ പേഷ്യൻറ്റും പലപ്പോഴും നമ്മൾ അനസ്തീഷ്യ കൊടുക്കും, ഈ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ഓർഗൻ ഡൊണേഷനൊക്കെ ആയിട്ട്. അതിന് വേറൊരു ഗ്രേഡ് കൊടുക്കും. പക്ഷേ ഒരു നോർമൽ സർജറിക്ക് നമ്മൾ ഈ ഗ്രേഡിങ് കൊടുക്കുമ്പോൾ ലോ ഗ്രേഡുള്ള പേഷ്യൻറ്റിന് റിസ്ക് വളരെ കുറവും വളരെ ഹൈ ഗ്രേഡുള്ള പേഷ്യൻറ്റിന് മരണം വരെ സംഭവിക്കാം ഈ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നേ പറയുമ്പോൾ. എന്ന് വെച്ചിട്ട് നമ്മൾ അനസ്തീഷ്യ കൊടുക്കാതെ ഇരിക്കണില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ നോ പേഷ്യൻ ക്യാൻ ബി ഡിനൈഡ് അനസ്തീഷ്യ. അതായത് നമ്മൾ ഒരു പേഷ്യൻറ്റ് ഫിറ്റ് അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ പണ്ടപ്പോൾ അനസ്തീഷ്യക്ക് പകരം ഈ ക്ലോറോഫോം മണപ്പിക്കുകയാണോ ചെയ്തിരുന്നത്? ക്ലോറോഫോം ഒരു തരത്തിൽ അനസ്തീഷ്യ തന്നെയാണ്. പക്ഷെ അന്നത്തെ അനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ക്രൂഡ്. ഈ അനസ്തീഷ്യ എന്നുള്ളത് കഴിഞ്ഞ ഒരു 50 വർഷത്തിൽ വളരെ വേഗതയിൽ ഇമ്പ്രൂവ് ആയി വന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഒരു വളരെ റിഫൈൻഡ് സ്പെഷ്യാലിറ്റിയാണ്. അതായത് നമ്മളൊരു പേഷ്യൻറ്റിന് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ സെക്കൻഡ്സിനുള്ളിൽ ആ പേഷ്യൻറ്റിൻ്റെ ബോധം പോകണം. അതേമാതിരി അനസ്തീഷ്യ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സെക്കൻഡ്സിനുള്ളിൽ ഈ പേഷ്യൻ്റെ ബോധം തിരിച്ചു വരണം. ഇത്രയും സ്മൂത്ത് ആയിരുന്നില്ല ഈ അനസ്തീഷ്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്ന സമയത്തെ. അപ്പോൾ അന്നത്തെ മരുന്നുകളാണ് ഈ ഈത്തർ, ക്ലോറോഫോം, ഇതൊക്കെ ഹിസ്റ്റോറിക്കലാണ്. അതായത് ഇപ്പോൾ ഇതൊന്നും നിലവിൽ യൂസ് ചെയ്യാത്ത മരുന്നുകളാണ്. പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന മരുന്നുകളായിരുന്നു. അപ്പോൾ അന്നത്തെ ഇതിനെക്കുറിച്ചുള്ള അറിവും ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നോളജിയും വളരെ കുറവായിരുന്നു. അത് കാരണം തന്നെ കുറേ അധികം പ്രോബ്ലംസും വന്നിട്ടുണ്ട്. ക്ലോറോഫോം കമ്മീഷൻ എന്ന് തന്നെ പറഞ്ഞിട്ട് ഈ നമ്മുടെ നിസാമിൻ്റെ കാലത്ത് ഇരുത്തിയിട്ടുണ്ട്. കാരണം ഈ ക്ലോറോഫോം അനസ്തീഷ്യ കൊടുത്ത് കുറേ ആൾക്കാർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഈ കമ്മീഷൻ, ക്ലോറോഫോം കമ്മീഷൻ ഈ ബ്രിട്ടീഷിൻ്റെ കാലത്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അനസ്തീഷ്യ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊണ്ടോ കൊടുക്കണ അനസ്തീഷ്യ ഒരു ബാലൻസ്ഡ് അനസ്തീഷ്യയാണ്. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഈ അനസ്തീഷ്യ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു അൺകോൺഷ്യസ്നെസ് മാത്രമല്ല, അതിൽ കുറേ കോമ്പണൻസ് ഉണ്ട്. അതായത് പെയിൻ റിലീഫ്, ഇമ്മൊബിലൈസേഷൻ, അതായത് ഈ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യൻറ്റ് ഇണങ്ങാതിരിക്കാനുള്ള മരുന്നുകൾ. അതേ രീതിയിൽ തന്നെ അംനീസിയ, അതായത് ഈ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉള്ള ശബ്ദങ്ങളോ അവിടുത്തെ വർത്തമാനങ്ങളോ അവിടുത്തെ എക്സ്പീരിയൻസുകളോ ഒന്നും തന്നെ നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവാതിരിക്കാനായിട്ട് നമ്മുടെ ആ സമയത്തെ ഓർമ്മകളെ മാറ്റുക. ഇതൊക്കെ ഒരു അനസ്തീഷ്യയുടെ കോമ്പണൻസ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയ കണ്ടെത്തൽ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒരു മരുന്ന് കൊണ്ട് തന്നെ ഈ എല്ലാം സ്റ്റേറ്റും ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ കോമ്പണൻറ്റിനും വേറെ വേറെ മരുന്നുകൾ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ എല്ലാം കോമ്പണൻസിനും കൊടുക്കാനായിട്ടുള്ള മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ അനസ്തെറ്റിക് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് കാരണം തന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഓവർഡോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും പ്രാക്ടിക്കലി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ. ഇതിപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ, ഈ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് ടെമ്പററി അയാൾ കോമല്ലേ ആയിരിക്കും. അതായത് പെയിൻ അറിയില്ല, ഈ പറഞ്ഞ പോലെ ചുറ്റുമുള്ള നടക്കുന്നത് അറിയില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ അവസ്ഥ എന്താ ആ സമയത്ത്? അതായത് നമുക്ക് ചിന്തിക്കാനോ സ്വപ്നം കാണാനോ ഒക്കെ പറ്റുമോ ഈ സമയത്ത്? ബ്രെയിനിനെ നമ്മൾ ബ്രെയിൻ അങ്ങനെ ഒരു ആവുന്നില്ല, ബ്രെയിൻ ഓഫ് ആകുന്നില്ല. ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് സൈലൻസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ഇപ്പോൾ ഫ്രോണ്ടോ പരേറ്റൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ന്യൂറൽ കണക്ഷനായിട്ട് ഡിസോസിയേഷൻ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്. അതായത് ന്യൂറോളജിസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന EEG എന്ന് പറയുന്ന മോണിറ്ററുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോ എൻകഫലോഗ്രാം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇലക്ട്രോഡ് നെറ്റിയിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഓരോ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമുക്കറിയാൻ പറ്റും. ഇത് അനസ്തീഷ്യ മരുന്നുകളെല്ലാം നിർത്തി കഴിഞ്ഞ ശേഷം റിവേഴ്സൽ കൊടുത്ത് ഇതിൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റി തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ട്രാൻസിയൻറ്റ് ടെമ്പററി ആണ്, റിവേഴ്സിബിൾ കോമ ഓർ ഡീപ്പ് സെഡേഷൻ എന്ന് പറയുന്നത്. ഈ അനസ്തീഷ്യ കൊടുത്ത പേഷ്യൻറ്റിനെ അത് സക്സസ് ആയി, ഓണായി, അയാൾ അതിലേക്ക് മാറിയിട്ടുണ്ടെന്ന് അയാളുടെ ഫീലിങ്സ് ഇപ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മളെങ്ങനെ ഉറപ്പിക്കുക? അപ്പോൾ അത് നമ്മളിപ്പോൾ പല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ 3 കോമ്പൗണ്ടാണ് ഇപ്പോൾ അനസ്തീഷ്യയിൽ പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ അനാൽജീസിയ, അംനീസിയ, മസിൽ റിലാക്സേഷൻ, ഇതെല്ലാം കൊടുത്തിട്ട് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് അനസ്തീസിയാണ്. ഈ ബാലൻസ്ഡ് അനസ്തീസിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മരുന്നുകൾ കയ്യിലൂടെ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന മരുന്നുകളുണ്ട്, പിന്നെ ഗേഷ്യസ് ആയിട്ട് കൊടുക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈത്തറെല്ലാം ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്ന മരുന്നുകളാണ് ഇപ്പോൾ സിവോഫ്ലൂറിൻ, ഐസോഫ്ലൂറിൻ എന്ന് പറഞ്ഞ ഗ്യാസ് മോണിറ്ററിംഗ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് കൃത്യമായി നമ്മുടെ പുതിയ അനസ്തീഷ്യ മെഷീനിലും പുതിയ
മെഷീനിൽ പറയുവാണെങ്കിൽ ഇതെല്ലാം മോണിറ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് കൃത്യമായിട്ടുണ്ട്. അനസ്തീഷ്യ എത്ര ഡെപ്തിലാണെന്ന് അറിയാൻ പറ്റുള്ള ബിസ് മോണിറ്ററിംഗ് എന്ന് പറയും. അതും ഒരു കൈൻഡ് ഓഫ് EG ഇലക്ട്രോ എൻകഫലോഗ്രാമിൻ്റെ ഒരു ഡിവിഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മരുന്നുകളെല്ലാം കൊടുത്തത് എത്ര കൃത്യമായ അളവിലാണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അതിന് മുന്നേ തന്നെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് റേറ്റ്, BP, ഓക്സിജൻ്റെ അളവ് ഇതെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരു അനസ്തീഷ്യയിലെ മിനിമം മാൻഡേറ്ററി മോണിറ്ററിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ എല്ലാ പേഷ്യൻറ്റിനെയും അനസ്തീഷ്യ കൊടുക്കുന്ന പേഷ്യൻസിനും ECG നോക്കുന്നുണ്ട്, ഓക്സിജൻ്റെ അളവ് നോക്കുന്നുണ്ട്, സാച്ചുറേഷൻ എന്ന് പറയും, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കുന്നുണ്ട്, ഈ പ്രഷർ നോക്കുന്നുണ്ട്, ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്. കാരണം ടെമ്പറേച്ചറിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞൊരു പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ അനസ്തീഷ്യയിൽ നിന്ന് റിക്കവറി ചെയ്യാനുള്ള ചാൻസുകൾ കുറച്ച് പ്രൊലോങ്ഡ് ആവും, ഡിലേഡ് ആവും. അപ്പോൾ ഇതെല്ലാം ഈ മോണിറ്ററിങ് ഇത്രയും ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഈ ഒരു ശാസ്ത്രം പുരോഗമിച്ചതുകൊണ്ട് ഇപ്പം ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-40 വർഷം മുമ്പ് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് ഈ ഓപ്പറേഷൻ സമയത്തുള്ള അവയർനെസ് ഒന്നും ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ ഇല്ല. ഓക്കെ. ഈ ക്ലോറോഫോം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഈ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളല്ലോ. പണ്ടൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ തട്ടിക്കൊണ്ടുപോകാനൊക്കെ ചിലപ്പോൾ ഈ ക്ലോറോഫോം മണപ്പിച്ചിട്ട് ഇതുപോലെ കൊണ്ടുപോകായിരിക്കും എന്നുള്ളത്. ശരിക്കും മെഡിക്കൽ ഷോപ്പിലൊക്കെ ഈ ക്ലോറോഫോം ഒക്കെ ഇപ്പോഴും ഇപ്പോഴും അവൈലബിൾ ആണ്, പക്ഷേ അത്ര ഫ്രീലി അവൈലബിൾ അല്ല. കാരണം ഇതിപ്പോൾ ഈ ക്ലോറോഫോം ഈ അനിമൽ ലാബിൽ ഡിസെക്ഷൻ, ഇപ്പോൾ ഈ തവളയെ പിടിച്ച് പണ്ടൊക്കെ നമ്മൾ ഈ ബയോളജിയിൽ PUCയിലൊക്കെ ചെയ്തിരുന്നല്ലോ, അതിന് ഈ തവളേനെ മയക്കാനും നമ്മൾ ഈ ക്ലോറോഫോം തന്നെ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ TV കാണിക്കണ അത്ര ലാഘവത്തോടു കൂടി നമുക്ക് ഒരാളെ 2 തുള്ളി ക്ലോറോഫോം ഒഴിച്ച് മൂക്കിൽ പിടിച്ചുകൊണ്ട് ഒരാൾ മയങ്ങിപ്പോയി. അതിന് ഈ ക്ലോറോഫോം ഡെലിവറി ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ട്. അത് കാരണം തന്നെയാണ് ഈ ഈത്തറും ക്ലോറോഫോം ഒക്കെ ഇപ്പോഴത്തെ ഒരു മോഡേൺ അനസ്തീഷ്യ എന്ന് മാറിപ്പോയത്. കാരണം ഇത് ഡെലിവർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവിൽ ഡെലിവർ ചെയ്യാനും ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോൾ അത് പുതിയ മരുന്നുകൾ, ഈ ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി ഹാലോത്തേനും സിവോഫ്ലൂറിൻ മാതിരിയുള്ള മരുന്നുകളിലേക്ക് മാറിയത്. ഹാലോത്തേൻ പക്ഷേ അവൈലബിൾ ആണ്, പക്ഷേ അത്ര കോമൺലി യൂസ്ഡ് അല്ല. പിന്നെ അനസ്തീഷ്യയിൽ ഇപ്പോൾ എവിടെയും എനിക്ക് തോന്നുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ക്ലോറോഫോം. ഈത്തർ ചില ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും പെരിഫറീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലോറോഫോം ഇസ് നോട്ട് യൂസ്ഡ്. ഓക്കെ. അപ്പോൾ ഈ റിക്കവർ ആവണമല്ലോ, അനസ്തീഷ്യ റിക്കവർ ആവുന്ന ഒരു പേഷ്യൻ്റ് അപ്പോൾ എത്ര സമയം വരെയാണ് എടുക്കുക? എത്ര സമയം റിക്കവറി എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യ അതെല്ലാം റിവേഴ്സിൽ കൊടുത്ത ശേഷം ഒരു 5 to 15 മിനിറ്റ്സിൽ റിക്കവറി. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പേഷ്യൻ്റെ കണ്ണൊക്കെ തുറക്കും. പക്ഷേ ഫുൾ കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻ, അതായത് പേഷ്യൻറ്റിന് ഫുൾ ഓർമ്മകളെല്ലാം വരാൻ വേണ്ടിയിട്ട് ഒരു 2 hours എല്ലാം എടുക്കും. പക്ഷേ 2 hours പേഷ്യൻറ്റിനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റെ കണ്ണ് തുറക്കൂ അല്ലെങ്കിൽ നാക്ക് നീട്ടൂ എല്ലാം ചെയ്യാനും പേഷ്യൻ്റ് ഒരാൾ വന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് പേഷ്യൻറ്റിൽ ഉണ്ടാവും. പിന്നെ ചില സിറ്റുവേഷനിൽ റിക്കവറി ഡിലേഡ് ആകാം. അപ്പോൾ അങ്ങനെ, അതായത് ഒരു നമ്മൾ ഡിലേഡ് റിക്കവറി എന്ന് പറയുന്നത് ഒരു 60 മിനിറ്റ് കൂടുതൽ അനസ്തീഷ്യ എല്ലാം സ്റ്റോപ്പ് ചെയ്ത ശേഷം ഒരു 60 മിനിറ്റ് കൂടുതൽ അനസ്തീഷ്യയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സമയം എടുക്കുകയാണെങ്കിൽ ഡിലേഡ് റിക്കവറി എന്ന് പറയും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ആ കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് ഓൾറെഡി മെൻഷൻ ചെയ്തു. ടെമ്പറേച്ചർ, ഹൈപ്പോതെർമിയ. അപ്പം നമ്മൾ ഓപ്പറേഷൻ സമയത്ത് മാൻഡേറ്ററി മോണിറ്ററിംഗ് ആയിട്ട് വെക്കുന്നതാണ് ഈ ടെമ്പറേച്ചർ മോണിറ്ററിംഗ്. ടെമ്പറേച്ചർ മോണിറ്ററിംഗ് നോർമലി നമ്മളൊരു 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 36 അതൊരു 34 താഴെ കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ബേസിക്കലി ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം വളരെ കുറയുക ചെയ്യാണ്. അപ്പോൾ ഈ നമ്മൾ കൊടുത്ത മരുന്നുകളെല്ലാം മെറ്റബോളൈസ് ചെയ്ത് പോകാനുള്ള താമസം വരും. അപ്പോൾ അത് ഒരു ഡിലേഡ് റിക്കവറിയാണ്. പിന്നെ ഉള്ളത് നമുക്ക് കുറച്ചുകൂടെ ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, എന്തെങ്കിലും പൊട്ടാഷ്യം, അങ്ങനെയുള്ള മഗ്നീഷ്യം, ഇങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ ഇംബാലൻസ് കൊണ്ടുവരാം. പിന്നെ ഷുഗർ കുറഞ്ഞാൽ വരാം. പിന്നെ ചില സർജറി, ഇപ്പോൾ ചില ഓപ്പറേഷനുകൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ജനറൽ അനസ്തീഷ്യയിൽ ഇപ്പോൾ റോബോട്ടിക് സർജറി പോലെ സർജറികളെല്ലാം നമ്മൾ ഹെഡ് ഡൗൺ പൊസിഷനിലാണ് ചെയ്യുന്നത്. കുറേ നേരം കിടത്തി കഴിഞ്ഞാൽ തലയിൽ സെറിബ്രൽ എഡിമ എന്ന് പറയും, ബ്രെയിനിൽ ചിലപ്പോൾ നീരോ എന്തെങ്കിലും വരാനുള്ള സാധ്യതകളുണ്ട്. പ്രൊലോങ്ഡ് സർജറീസ്, ഇപ്പോൾ ഒരു 6-7 മണിക്കൂറൊക്കെ എടുക്കുന്ന സർജറി ഈ പൊസിഷനിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിന് സെറിബ്രൽ എഡിമ എന്ന് പറയും, തലയിൽ നീര് കെട്ടുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലും റിക്കവറി ഡിലേ ആവാം. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അനസ്തീഷ്യ പലതരം ഉണ്ടല്ലോ, അതായത് ലോക്കൽ അനസ്തീഷ്യ ഉണ്ട്, സ്പൈനൽ ഉണ്ട്, ജനറൽ ഉണ്ട്. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളിതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ജനറൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും, എന്താണ് ബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ AI അതേമാതിരി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിങ്ങിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യണം. എന്താണ് ഒരാളുടെ ബോധം? നമ്മൾ സ്വബോധത്തിലാണ് എന്ന് പറയുമ്പോൾ എന്താണത്? വെരി ഡിഫിക്കൾട്ട് അല്ലേ? നമുക്കതിനെ ഒബ്ജക്റ്റീവ്ലി, അതായത് 1 രൂപ എന്ന് പറഞ്ഞു ഇതാണ് 1 രൂപ എന്ന് നമുക്ക് മെഷർ ചെയ്യാം. 1 കിലോ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ബോധത്തിനെ നമുക്ക് ഒബ്ജക്റ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ, ഈ ബോധം എന്ന് പറയണത് ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിൽ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബിറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബൈറ്റ്സ് എന്ന് പറയുമല്ലോ. അപ്പോൾ എത്രമാത്രം നമ്മുടെ റാം, ഇപ്പോൾ 2 GB 2 GB എത്രമാത്രം ഇൻഫോർമേഷൻ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ഒരു സിസ്റ്റത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ടാണ് നമ്മുടെ
ഒരു ബ്രെയിനിനെ നമ്മൾ അളക്കണത്. അത് ബ്രെയിനിൽ നമ്മൾ ഫുള്ളി അവേക്ക് ആകുമ്പോൾ നമ്മുടെ മാക്സിമം ഇൻഫർമേഷൻ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു കാൽപ്പനികമായിട്ടുള്ളൊരു വാല്യൂ വയ്ക്കാം. അതായത് 1 GB ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി എന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ 1 GB പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആണ്. നമ്മൾ അൺകോൺഷ്യസ് ആകുമ്പോൾ ഈ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരികയാണ്. അത് മേ ബി 50% കുറയും, 20% കുറയും, 30% കുറഞ്ഞാലും നമ്മുടെ ബോധം കുറയും. അപ്പോൾ ഈ ജനറൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ മൊത്തമായിട്ട് ഉറക്കുക, ഒരു ആർട്ടിഫിഷ്യൽ റിവേഴ്സിബിൾ സ്ലീപ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ജനറൽ അനസ്തീഷ്യ. ലോക്കൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വിരലിൻ്റെ സർജറി. അപ്പോൾ വിരലിൻ്റെ ഭാഗത്തേക്ക് മാത്രം നമ്മൾ ലോക്കൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകളുണ്ട്, ഈ മരവിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന മരുന്നുകൾ. അത് യൂസ് ചെയ്തിട്ട് അവിടെ മാത്രം നമ്മൾ മരവിപ്പിക്കണതിനെ ഈ ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. ഇതിന് എല്ലാം ഉപരി വേറെ ചില ടെക്നിക്സ് ഉണ്ട്, ഈ സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയും. അതായത് ശരീരത്തിൻ്റെ നട്ടലിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഈ പൊക്കിളിന് താഴെ അല്ലെങ്കിൽ ഈ ട്രങ്കിന് താഴെയുള്ള ഭാഗത്തിനെ ഫുള്ളായിട്ട് മരവിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ കാലിൻ്റെ സർജറി, അതുപോലെ അടിവയറ്റിലെ സർജറി, അങ്ങനത്തെ സർജറീസിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പേഷ്യന് ആ സമയത്ത് ഈ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബോധം ഫുള്ളായിട്ടുണ്ടാവും. പക്ഷേ ഈ കാലും ഈ പൊക്കിളിന് താഴെയുള്ള ഭാഗമൊക്കെ മരവിപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതേമാതിരി ഒരു കൈ മാത്രം മരവിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും, ഒരു കാല് മാത്രം മരവിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ അതിനെ നമ്മൾ റീജിയണൽ ടെക്നീക്സ് എന്ന് പറയും. ഇതൊന്നും അല്ലാതെ വെറും സെഡേഷൻ, ഈ അനസ്തീഷ്യയും സെഡേഷനും എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റിയാണ്. അതായത് ഈ ചെറിയ ഒരു ആങ്സിയോലൈസിസ്, നമ്മളിപ്പോൾ നമുക്ക് ടെൻഷൻ വരുമ്പോൾ കഴിക്കണ ചില ആൾക്കാർ ആങ്സിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ കഴിക്കാറുണ്ട്. അതുകൊണ്ട് വരണ ഒരു ആങ്സിയോലൈസിസ് തൊട്ട് ഒരു ഫുൾ ഡീപ്പ് അനസ്തീഷ്യയില്ലേ, ഇറ്റ് ഇസ് ജസ്റ്റ് എ കണ്ടിന്യൂം. അതായത് ഇതിൻ്റെ തീവ്രത കൂടി വരുമ്പോൾ നമ്മൾ ജനറൽ അനസ്തീഷ്യയിലേക്ക് എത്തും. വളരെ ഡീപ്പ് സെഡേഷൻ കഴിഞ്ഞാൽ പിന്നെ ജനറൽ അനസ്തീഷ്യയാണ്. ഓക്കെ. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും പേടി ഇതാണല്ലോ, ഈ അനസ്തേഷ്യ എടുത്തിട്ട് എങ്ങാനും അതിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെയുള്ളൊരു പേടികളുണ്ടല്ലോ സാധാരണക്കാരുടെ. വേക്കപ്പ് ആവാതെ വന്നിട്ടുള്ള കേസുകളുണ്ടോ? മേക്കപ്പ് ഞാൻ പറയുന്നതിൽ ഈ ഡിലേഡ് റിക്കവറി കുറേ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉടനെ തന്നെ അനസ്തീഷ്യയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനോട് നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് പേഷ്യൻറ്റിനെ ഒരു ചിലപ്പോൾ ഓവർനൈറ്റ് ഒരു 24 hours ഒക്കെ ചിലപ്പോൾ വെന്റിലേറ്റർ, ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി സെറിബ്രൽ എഡിമ, ഇപ്പോൾ ബ്രെയിനിൻ്റെ ഒരു നീരെല്ലാം വന്ന ഒരു സിറ്റുവേഷനിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒന്ന് നോർമലൈസ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ പൊട്ടാഷ്യം പോലെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് എല്ലാം കറക്റ്റ് ആവുന്നത് വരെ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും വെന്റിലേറ്ററിൽ വെക്കേണ്ട സ്ഥിതികൾ വന്നിട്ടുണ്ട് വളരെ വിരളമായിട്ട്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഒരു പേടിപ്പെടുത്തുന്ന അനുഭവമാണ്. പക്ഷേ അതുകൊണ്ട് മെജോറിറ്റി ഓഫ് ദ ടൈമിലും പ്രോബ്ലം വരാറില്ല. പക്ഷേ റിക്കവറി കുറച്ച് ഡിലേ ആയതുകൊണ്ട് അത് ബേസിക്കലി അങ്ങനെ സംഭവിക്കുമ്പോൾ ബൈസ്റ്റാൻഡേഴ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികളും അവർ ശരിക്കും അപ്രിഹെൻഷൻ ഉണ്ടാവും അവർക്ക്. അപ്പോൾ ഒരു ദിവസം രാത്രി മുഴുവൻ വെന്റിലേറ്ററിൽ വെക്കേണ്ടി വന്നാലോ, അത് വളരെ വിരളമാണ്. പലപ്പോഴും നോർമൽ കോഴ്സിൽ ഒരു 2-3 hours റിക്കവർ ആകും. പക്ഷേ ചില സിറ്റുവേഷനിൽ ഓവർനൈറ്റ് എല്ലാം വെന്റിലേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്, വളരെ വിരളമായിട്ട്. ഓക്കെ. ഇത്തരം കേസുകൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ അനസ്തീഷ്യ കൊടുത്തു, പക്ഷേ ഈ സർജറിയുടെ സമയത്ത് ആൾ കോൺഷ്യസ് ആവുകയോ അല്ലെങ്കിൽ വേക്കപ്പ് ആവുകയോ അങ്ങനത്തെ കേസുകൾ ഉണ്ടായിരുന്നു. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഓവർട്ട്ലി, അതായത് പൂർണ്ണമായിട്ട് ബോധത്തിലേക്ക് വരണത് വളരെ 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 അപൂർവമാണ്. പക്ഷേ ഈ ബോധത്തിൻ്റെ ചില കോമ്പണൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടന്ന ചില സംഭവങ്ങൾ ചില പേഷ്യൻസ് റീകോൾ ചെയ്യാറുണ്ട്. അതായത് അവിടെ ഡോക്ടർ അങ്ങനെ സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സ് ഇങ്ങനെ സംസാരിച്ചിരുന്നു എന്ന്. വളരെ റെയറായിട്ട് ഒരു ഇംഗ്ലീഷ് പടമുണ്ട്, അവേക്ക് എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. ആ പടം കണ്ടിട്ടുണ്ടോ? ആ പടത്തിൽ എന്താ പറ്റുകയെന്ന് വെച്ചെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആള് ബോധത്തിലേക്ക് വരും. അതായത് ആൾക്ക് അവിടെ നടക്കുന്ന കോൺവെർസേഷൻസ് മുഴുവൻ കേൾക്കാൻ സാധിക്കും. അതാണ് ആ മൂവിയുടെ പ്ലോട്ട്. ഐ വിൽ നോട്ട് പ്ലേ സ്പോയിലർ. അപ്പോൾ ആ മൂവി കണ്ടാൽ അറിയാം. അതായത് ഇതേമാതിരിയുള്ള ഒരു സന്ദർഭം സംഭവിക്കാം, പക്ഷെ വളരെ വളരെ വിരളം. അതായത് ഇപ്പോഴത്തെ ഡാറ്റ പറയുന്നത് <1% ആണ്. ഒരു നല്ല അനസ്തെറ്റിക് പ്രൊസീജിയറിൽ നമ്മളെല്ലാം പ്രിക്കോഷൻസ് എടുത്താലും 1% പേഷ്യൻസിൽ ഇത് സംഭവിക്കാം. പ്രത്യേകിച്ച് ഇതൊരു എമർജൻസി സർജറി ആണെങ്കിൽ. അതേമാതിരി നമ്മൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ കൺവെൻഷണൽ അനസ്തീഷ്യയിൽ എന്തായാലും ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചിരുന്നൊരു ചോദ്യം, നമുക്ക് ഈ അനസ്തീഷ്യ അഡിക്വേറ്റ് ആണോ, അതായത് കറക്റ്റായിട്ടുള്ള ഡെപ്തിൽ ആൾ ഫുള്ളി അൺകോൺഷ്യസ് ആണോ എന്ന് അളക്കാൻ പറ്റുമോ എന്ന്. ഈ അളക്കണമെങ്കിൽ ചില ഡിവൈസുകൾ ഉണ്ട്, പക്ഷേ റുട്ടീനായിട്ട് അത് ഉപയോഗിക്കണം എന്ന് ഒരു നിയമവും ഇല്ല. നമ്മൾ പലതും ക്ലിനിക്കലായിട്ടാണ് അസസ് ചെയ്യണത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനുള്ള ഈ 1% ചാൻസ് ഉണ്ട്. പക്ഷെ അത് കാരണം തന്നെ ഇപ്പോൾ അനസ്തീഷ്യയിൽ ഈ നമ്മുടെ ബോധത്തിനെ അളക്കണം എന്നുള്ളതിനെ
കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതിന് ചില മോണിറ്റർസ് ഇപ്പോൾ വന്നിട്ടുണ്ട്, ബിസ് എന്ന് പറയും. അത് നമ്മുടെ തലയുടെ EEGയുടെ റെക്കോർഡിങ്സ് വെച്ചിട്ട് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ 0 തൊട്ട് 100 വരെയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 40 to 60 ഉള്ളിലാണ് എന്ന് വെച്ച് വെച്ചാൽ ആൾക്ക് ബോധം ഉണ്ടാവാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 0 ആണ്. അങ്ങനത്തെ ചില, അതേമാതിരി തന്നെ നമ്മുടെ ഈ ബ്ലഡിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബ്രെയിനിലെ നമ്മുടെ ഈ ഗ്യാസ് അനസ്തെറ്റിക്കിൻ്റെ വാല്യൂ എത്രയാണെന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് നമ്മുടെ മോണിറ്ററിൽ കാണിക്കും. അത് അവിടെ ഇരിക്കണം അനസ്തീഷ്യ കൊടുക്കുന്ന ഡോക്ടർ അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒരു ലെവലിന് താഴെ പോവുകയാണെന്ന് വെച്ചാൽ മാത്രമേ ഒരാൾക്ക് ഈ ബോധത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഇതൊന്നും മോണിറ്റർ ചെയ്യാത്ത പക്ഷം വളരെ റെയർ കേസിൽ ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് കോൺഷ്യസ്നെസ് വരില്ല. അതായത് എനിച്ച് നമ്മളോട് സംസാരിക്കുക അതൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇംപ്ലിസിറ്റ് റീകോൾ എന്ന് പറയും. അതായത് അവിടെ നടന്ന ചില സംഭവങ്ങൾ, ചില പെയിൻ ഉണ്ടാവണമെന്നുമില്ല, പക്ഷെ അവിടെ ഇപ്പോൾ ഏതെങ്കിലും പാട്ട് വെച്ചത് കേട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ സംസാരിച്ച വല്ല വാചകങ്ങൾ കേട്ടു എന്ന് പറയാം. ഇതിനുള്ള സാധ്യത വളരെ റെയർ ആയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ എനിച്ച് ഓടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. നിങ്ങളുടെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്, അതായത് പേഷ്യൻ്റ് ഇങ്ങനെ കോൺഷ്യസ് ആവുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സർജറിയുടെ സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ റീകോൾ ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരെണ്ണം വന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പ്രത്യേകിച്ച് ഈ മോണിറ്ററൊക്കെ മാർക്കറ്റിൽ ഈ ടെക്നോളജിയെ കുറച്ചുകൂടെ അഡ്വാൻസ്, ഈ പറഞ്ഞ ബിസ് എന്നൊക്കെ പറഞ്ഞ മോണിറ്റർ ഒന്നും വരുന്നതിന് മുമ്പ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് നമ്മൾ സംസാരിച്ച വാക്കുകളൊക്കെ അവർ റീകോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ വേദന എടുത്തിട്ടില്ല, പക്ഷേ നമ്മൾ സംസാരിക്കും, അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് അവയർനെസ് എന്ന് പറയുന്നത്. അത് ഇപ്പോഴത്തെ ശാസ്ത്രം പുരോഗമിച്ചതനുസരിച്ച് ഇപ്പോഴത്തെ എല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്ര ഡെപ്തിലാണ് പോയേക്കുന്നത് എല്ലാം നമുക്കറിയാൻ പറ്റും. ഡെപ്ത് ഓഫ് അനസ്തീസിയ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇത് ഒന്നും ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ ഇതൊന്നും സംഭവിക്കില്ല. ഓക്കെ. കണ്ണൊന്നും തുറക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? കണ്ണൊന്നും തുറക്കാൻ പറ്റത്തില്ല. കണ്ണെല്ലാം യൂഷ്വലി ജനറൽ അനസ്തീഷ്യയിൽ കണ്ണെല്ലാം നമ്മൾ അടച്ചു വെക്കും. കണ്ണ് തുറക്കാൻ പറ്റത്തില്ല, കണ്ണിൻ്റെ എല്ലാം പോകും. നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ടെൻഷൻ അടുപ്പിച്ച ഒരു OP കേസ് പറയാൻ പറഞ്ഞാൽ അനസ്തീഷ്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു കേസ് ഏതായിരിക്കും? പെട്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞങ്ങൾ ഈ വാസ്കുലർ സർജറീസൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ വാസ്കുലർ സർജറീസിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവും. അതായത് മേജർ അയോർട്ടിക് സർജറി, നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും വലിയ രക്തധമനിയായ അയോർട്ടയുടെ സർജറീസ്, അതേമാതിരി ഈ കിഡ്നിയുടെ സർജറീസ്. ഈ കിഡ്നിയുടെ ഈ രക്തധമനികൾ ഈ അയോർട്ടി ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ പെട്ടെന്നത് വിച്ഛേദിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങിൽ ഇറ്റ് ഇസ് മാറ്റർ ഓഫ് മിനിറ്റ്സ്. അതായത് ഈ പേഷ്യൻ്റ് പെട്ടെന്ന് എക്സാങ്ക്വിനേറ്റ് ആയിപ്പോൾ, അതായത് പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഈ 3-4 ലിറ്റർ ബ്ലഡ് ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ വാർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ സന്ദർഭങ്ങൾ വളരെ റെയറായിട്ട് സംഭവിക്കും. പെട്ടെന്ന് ക്ലിപ്പ് സ്ലിപ്പായി പോവുക, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ സംഭവിക്കും. അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഷോക്കിംഗ് മൊമെൻറ്റ്. അതല്ലെങ്കിൽ തന്നെ ഇൻട്രോപ്പറേറ്റീവ് കാർഡിയക് അറസ്റ്റ് എന്ന് പറയും. സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പേഷ്യൻ്റ് കാർഡിയക് അറസ്റ്റിലേക്ക് പോവുക. ആ സമയത്ത് ഇതെന്താണെന്ന് വെച്ചെങ്കിൽ അവിടെ ഇരിക്കണ ഈ അനസ്തറ്റിസ്റ്റ് ഷുഡ് ബി വെരി വിജിലൻ്റ്. അതായത് ഇതിനെക്കുറിച്ച് ഫുൾ ടൈമും അവെയർ ആയിരിക്കണം. അത് ഈ മോണിറ്റർസും പേഷ്യൻ്റെ കണ്ടീഷനും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് വളരെ റെയർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് ഇതിന് 100 കാരണങ്ങളുണ്ട്. ഈ നമ്മൾ കൊടുക്കണ ഈ മരുന്നുകളുടെ അലർജി കാരണമായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ അസുഖം, ആൾക്കൊരു ഹാർട്ടിന് അസുഖമുള്ള ഒരു പേഷ്യൻ്റ് സർജറിക്ക് പോകുമ്പോൾ പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വരാം. അപ്പോൾ വി ഷുഡ് ബി വിജിലൻറ്റ്. ഇതിൽ അനസ്തീഷ്യയിൽ ഈ അനസ്തീഷ്യ കൊടുക്കണേക്കാളും ഇമ്പോർട്ടൻറ്റ് അവിടെ ഇരിക്കണ ഈ അനസ്തെറ്റിസ്റ്റ് ആക്ച്വലി ഒരു ഫിസിഷ്യനാണ്, ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടർ ഈ പേഷ്യൻറ്റിൻ്റെ എല്ലാ സിസ്റ്റത്തിനും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ അപ്പോൾ തന്നെ ഇൻ്റർവീൻ ചെയ്യണം. ഓക്കെ. ഡോക്ടറിൻ്റെ കരിയറിൽ ഇതുപോലെ ഇത് ഈ സംഭവങ്ങളെല്ലാം തന്നെ എൻ്റെ കയ്യിലും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമുക്ക് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ ശ്വാസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വായിൽ ഒരു ട്യൂബ് ഇടാണ് ചെയ്യുന്നത്. അതിന് എൻഡോട്രക്കിൽ ട്യൂബ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചില സിറ്റുവേഷനിൽ എൻഡോട്രക്കിൽ ട്യൂബ് ഇടാനോ അല്ലെങ്കിൽ നമുക്ക് വെന്റിലേഷൻ കൊടുക്കാനോ കുറച്ച് ഡിഫിക്കൽട്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വെന്റിലേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ബ്രെയിൻ വരെ ഹൈപ്പോക്സിക് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അസസ്മെൻറ്റ് ടൂൾസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡൗട്ടുള്ള പേഷ്യൻസിന് നമ്മൾ അവൈക്കായിട്ടായിരിക്കും ആദ്യം നമ്മൾ ഈ പറയുന്ന എൻഡോട്രക്കിൽ ട്യൂബ് എന്ന് പറയുന്നത് ശ്വാസകോശത്തിലേക്ക് ട്യൂബ് ഇടുന്നത്. ആ ഓരോ ട്യൂബ് പോകുന്ന ഓരോ ഏരിയ മരപ്പിച്ചിട്ട് ഫ്ലെക്സിബിൾ ഫൈബർ ഓപ്റ്റിക് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അനസ്തീഷ്യ കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ശ്വാസം സപ്പോർട്ട് ചെയ്യണം. പേഷ്യൻറ്റിന് ശ്വാസം നിന്നു, ആ ശ്വാസം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റും ബ്രെയിൻ ഹൈപ്പോക്സിയും എല്ലാം ആകും. അപ്പോൾ അത് വളരെ വിജിലൻ്റ് ആയിട്ട് കൃത്യം നമ്മൾ അത് വെക്കുന്നതും ഓരോ പേഷ്യൻറ്റിൻ്റെ വെയിറ്റും എല്ലാം നോക്കിയിട്ട് ഓരോ പേഷ്യൻറ്റിൻ്റെ ടൈഡൽ വോളിയം ഓരോന്നിൻ്റെ റെസ്പിറേറ്ററി പാരാമീറ്റേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇത് ഈ വെന്റിലേഷൻ കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ. ഈ അനസ്തേഷ്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മൾ കേൾക്കുന്ന സാധനമാണ് അനസ്തേഷ്യ എടുത്ത്